I'm very happy. I'm excited actually. Yeah, I was a bit nervous of what I'm gonna expect from India, Kerala, but yeah, it's not as bad as I thought. Yeah, my family is also very good to me, so it's a different, a nice experience actually. So yeah, Kerala is nice for me. I don't have anything to complain about or anything. I'm just enjoying myself. Portia, when you fall in love with Arun, why? I also don't know why. Okay, because yeah, we met around 2013. He came to me, he approached me, but that time I never imagined myself living with an Indian or dating an Indian also. I was like, no, this guy wants to date me. I wasn't there actually at the time. So after a few months, he was talking to me all the time on WhatsApp. But after a few months, I also started falling in love with him. I loved his character. He was just so different. I felt like he's also African. So I think, yeah, the way he was communicating with me also, I just fell in love with him actually. His sense of humor, I felt like he's very smart and all that. So yeah, it just happened. But I never imagined that one day I'll be here in India as an Indian daughter-in-law. എങ്ങനെ അരുൺ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നാണ് ഈ പറയുന്ന സെൻസ് ഓഫ് ഹ്യൂമർ ഒക്കെ തന്നെയാണോ ആകർഷിക്കപ്പെട്ടിട്ടുള്ളത്? ഞാൻ 2012 ജനുവരിയിൽ ബോട്സ്വാന എന്ന് പറഞ്ഞ കൺട്രിയിലേക്ക് എത്തിയിരുന്നു. അവിടുന്ന് 1.5 വർഷം കഴിഞ്ഞ് 2013 ജൂണിലാണ് ഞാൻ സൗത്ത് ആഫ്രിക്കയിലേക്ക് എത്തുന്നത്. അരുണിന്റെ ജോലി എന്താണ്? ശരിക്കും ഞാനൊരു എഞ്ചിനീയർ ആണ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആണ്. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ചോപ്പീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ചോപ്പീസിലെ മെയിന്റനൻസ് ആൻഡ് പ്രോജക്ട്സിലേക്കാണ് ഞാൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്തത്. ബോട്സ്വാനയിൽ എനിക്ക് അതായിരുന്നു ജോലി കിട്ടിയത്. അവിടുന്ന് എനിക്ക് സൗത്ത് ആഫ്രിക്കയിലേക്ക് ട്രാൻസ്ഫർ ആവുമായിരുന്നു. അങ്ങനെ ട്രാൻസ്ഫർ ആയി ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ എത്തുമ്പോൾ ഞാൻ നമ്മുടെ മെയിന്റനൻസിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ലോജിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റില് ഷിനു എന്ന് പറഞ്ഞൊരു ചേട്ടന്റെ അണ്ടറില് അഡ്മിൻ ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു പോർഷ്യ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്ന വെളുത്ത കറമ്പി അങ്ങനെയുണ്ട്, അതായിരുന്നു പ്രത്യേകതയാണ്. ലൈക്ക് ഇവളൊരു കളേർഡ് ആണ്, ആളുടെ ഫാദർ വൈറ്റ് ആണ്, മദർ ബ്ലാക്ക് ആണ്. അതാണ് പുള്ളിക്കാരത്തേക്ക് എല്ലാം ഒരു മിക്സ് ടെക്സ്ചർ ആണ് എല്ലാം. അപ്പൊ ഞാൻ അപ്പൊ കണ്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഡിഫറെന്റ് ഫീൽ ചെയ്തു. കാരണം 1.5 വർഷമായിട്ട് ബോട്സ്വാനയിലുണ്ടായിട്ട് ഞാൻ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു കളേർഡ്, അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു റേസ് ഉണ്ടെന്നുള്ളത്. ആ ഫസ്റ്റ് ഇംപ്രഷനിൽ ഞാൻ വീണുപോയി. അതിന്റെ പിന്നെ ഞാൻ കുറെ നാള് ട്രൈ ചെയ്തു സംസാരിക്കാനായിട്ട്. ഇവിടുത്തെ പോലെ ആണോ അവിടുത്തെ കൾച്ചർ ഒന്നും നമുക്കറിയില്ലല്ലോ. കാരണം ഇവര് കുറച്ചുകൂടെ ഓപ്പൺ ആണ്. ഇവര് മറ്റേ ഇടങ്ങണിട്ട് നോക്കണം ആ പരിപാടികളൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. ഇവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് പറയും, ഇഷ്ടമല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇല്ല എന്ന് പറയും. അപ്പൊ കുറച്ച് കഷ്ടപ്പെട്ടു ഞാൻ. അങ്ങനെ വന്ന് ഞങ്ങള് പിന്നെ സംസാരിച്ചു തുടങ്ങി. ഞങ്ങൾ ഫ്രണ്ട്സായി. ഞങ്ങളുടെ ഓഫീസ് അടുത്തടുത്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോപ്പീസിൽ നിന്ന് റിസൈൻ ഒക്കെ ചെയ്തു. ആളവിടെ തന്നെ ഉണ്ടായിരുന്നു. ചോപ്പീസിൽ നിന്ന് റിസൈൻ ചെയ്ത് ഞാൻ വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്തു. അവിടുന്ന് ഒരു 4 വർഷം മുമ്പ് ഞങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഓളും കൂടിയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഈ എയർ കണ്ടീഷൻ, റെഫ്രിജറേഷൻ, അതിന്റെ സ്പെയർ പാർട്സ്, അങ്ങനത്തെ ഒരു ചെറിയൊരു പരിപാടി തുടങ്ങി. അങ്ങനെയാണ് പിന്നെ അപ്പൊ ഞങ്ങൾ ഓർത്ത് നോക്കി എന്തായാലും ഞങ്ങൾ ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്. ഇനിയിപ്പോ ഞാൻ പോയാലും ആള് പോയി കഴിഞ്ഞാൽ അത് ബിസിനസിനെ അഫക്ട് ചെയ്യുമല്ലോ. അപ്പൊ പിന്നെ ഒന്നിച്ചുണ്ടാവണമായിരിക്കും നല്ലത്. അങ്ങനെ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു. വീട്ടിൽ പറഞ്ഞു, അവരെന്തായാലും നല്ല സപ്പോർട്ടായിരുന്നു. ഒരു ഡേറ്റിങ്ങിന് അപ്പുറത്തേക്ക് ഒരു മാരേജിലേക്ക് അത്തരം ഒരു കോൺട്രാക്റ്റിലേക്ക് പോവാമെന്ന് തീരുമാനിക്കുന്നതിന് ഒരു ക്ലിക്ക് പോയിന്റ് ഉണ്ടാവുമല്ലോ, അതാണ് എന്താണ്? ഓക്കെ, സത്യം പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ഒരു ടിപ്പ്